അറിയില്ല, ബാക്കി ഡീറ്റെയിൽസ് അറിയില്ലല്ലോ. അപ്പൊ ഇവിടെ പാലക്കാട് കണ്ടില്ല. അല്ല, തൃശ്ശൂർ കഴിഞ്ഞാൽ അടുത്ത പാലക്കാട്. ഇതുവരെ കണ്ടിട്ടില്ല. ഇതിൽ നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ കോയമ്പത്തൂരിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. അവിടെ കൂടെ നോക്കാം. പരിശോധന 2 റൗണ്ട് പരിശോധന നടത്തി ഇതിനകത്തുനിന്ന് വിവരങ്ങൾ കിട്ടിയില്ല. ടി.ടിമാരോട് ചോദിച്ചിരുന്നു. ടി.ടിമാരെ ചോദിച്ചാൽ അവർക്ക് അറിയില്ല എന്നാ പറയുന്നത്. അവർ കണ്ടിട്ടില്ല. യാത്രക്കാരത്തും ടി.ടിമാരെ നമ്മൾ എൻക്വയറി ചെയ്ത് കണ്ടിട്ടില്ല, കാണാൻ പറ്റിയില്ല. ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഇല്ല. അല്ല, നോക്കാം സാർ കേട്ടോ. ഇക്ബാൽ, ഇപ്പോൾ ട്രെയിൻ പോവുകയാണ്, റെയിൽവേ സ്റ്റേഷൻ വിട്ട് ട്രെയിൻ പോവുകയാണ്. എന്താണ് സാഹചര്യം? ആ ട്രെയിനിൽ ഇല്ല എന്നുള്ള തരത്തിലാണോ? രോഷ്നി, ഈ ട്രെയിനിൽ അരണോയി എക്സ്പ്രസിൽ കുട്ടി ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ട്രെയിനിനകത്ത് കുട്ടിയില്ല. പോലീസ് 3 റൗണ്ടോളമാണ് ഇതിനകത്ത് പരിശോധന നടത്തിയത്. വിവിധ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ പരിശോധന തുടർന്നിരുന്നു. പക്ഷേ ഈ പരിശോധനയിലൊന്നും ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും കോയമ്പത്തൂരിലേക്കാണ് ഈ ട്രെയിൻ അടുത്ത സ്റ്റോപ്പുള്ളത് കോയമ്പത്തൂരിലാണ്. അവിടെ എത്തിയതിനു ശേഷം വീണ്ടും തുടർന്ന് പരിശോധനകൾ നടത്തും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കോയമ്പത്തൂരിലേക്ക് വിവരം നൽകിയിട്ടുണ്ട് കേട്ടോ. അവിടെയും RPF നേതൃത്വത്തിൽ അവിടെ എല്ലാവരും പോലീസുകാരും RPF ചേർന്ന് പരിശോധന നടത്തുന്നതായിരിക്കും. ഈ ട്രെയിനിൽ എസ്കോർട്ട് സർവീസ് ഉണ്ടാകുന്നില്ല. ടി.ടിമാരാണ് ആദ്യം പരിശോധന നടത്തിയത്. നമ്മളിപ്പോൾ ടി.ടിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടി.ടിക്ക് അതിനെ പറ്റി വിവരങ്ങൾ കിട്ടിയില്ല, അറിയുന്നില്ല, കണ്ടിട്ടില്ല. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് ആരും കണ്ടിട്ടില്ല. ടിക്കറ്റ് എടുക്കാണ്ട് കയറിയത് കൊണ്ട് തന്നെ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും സ്റ്റോപ്പുകളിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ എന്നോട് നമ്മൾ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. നമുക്കിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പാലക്കാട് നോക്കിയെന്നുണ്ടെങ്കിൽ അടുത്ത് കോയമ്പത്തൂരോട് ഞങ്ങൾ അറിയിക്കും. നമ്മളിപ്പോൾ ഏതൊക്കെ ടീമിൻ്റെ നേതൃത്വത്തിൽ പരിശോധന? ഇപ്പോൾ RPF, GRP, റെയിൽവേ പോലീസ്, നമ്മൾ RPF. പക്ഷേ ഒരു വിവരം നിലവിൽ കിട്ടിയിട്ടില്ല. ഇനി കോയമ്പത്തൂരായിരിക്കും അടുത്ത കോയമ്പത്തൂർ വിളിച്ചു പറയാം. രോഷ്നി, എന്തായാലും അടുത്ത പരിശോധന നടക്കുക കോയമ്പത്തൂരിൽ വെച്ചായിരിക്കും. അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടുണ്ട്. ഏതായാലും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ട്രെയിൻ എത്തിയ സമയത്ത് നടത്തിയ പരിശോധനയിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥർ 3 തവണയോളം മാറി ഈ പ്ലാറ്റ്ഫോം ഈ കമ്പാർട്ട്മെന്റുകളിലെല്ലാം കയറി ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. ശുചിമുറിക്ക് അകത്ത് ഉൾപ്പെടെ കയറി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. യാത്രക്കാരോടും അതുപോലെ തന്നെ ടി.ടിമാരോടും കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചു കൊടുത്താണ് ചോദിച്ചിരുന്നത്. പക്ഷേ ആർക്കും തന്നെ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഈ ട്രെയിനിൽ RPF ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. പകരം ടി.ടിമാരായിരുന്നു ഈ കുട്ടിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ട്രെയിനകത്ത് അന്വേഷിച്ചിരുന്നത്. പക്ഷേ അവർക്ക് പോലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ തൃശ്ശൂരിൽ നിന്ന് ഈ ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷം തന്നെ നമ്മൾ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ഈ ടി.ടിമാർ കുട്ടിയെ കണ്ടെത്തിയിട്ടില്ല എന്ന വിവരമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നത്. ഏതായാലും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴും പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ട്രെയിൻ നേരെ പോയിരിക്കുന്നത് കോയമ്പത്തൂർ ഭാഗത്തേക്കാണ്. അവിടെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായിട്ടുള്ള പരിശോധന തുടരും.